ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുടുംബസ്വത്ത് മാഡത്തിന്റെ പേരിലാക്കി കിട്ടുമോന്ന് നോക്ക്, അല്ലെങ്കിൽ കുഞ്ഞിന്റെ പേരിൽ മേടിക്കേ. ഏയ്, അതൊന്നും ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. പതുക്കെ ആലോചിച്ചാ മതി. ജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങള് അങ്ങനെ പതുക്കെ ആലോചിക്കാനേ പാടുള്ളൂ. അതിന് നീ സുരക്ഷിതയായിരിക്കും. മോള് കഴിച്ചായിരുന്നോ? അവള് കഴിച്ച് അച്ഛന്റെ അമ്മയുടെയും കൂടെ കിടന്നുറങ്ങി. അമ്മയ്ക്കിപ്പോ അവളെ വലിയ കാര്യമാണല്ലോ, കുറെ കഥകളൊക്കെ പറയുന്നുണ്ടല്ലോ. എന്തു പറ്റി വിപിൻ? ചില കാര്യങ്ങൾ ആലോചിച്ചപ്പോ എന്തോ ഒരു ടെൻഷൻ. എന്ത് ടെൻഷൻ? അതല്ലടോ, തന്നെ മോളെയും കൂട്ടിക്കൊണ്ട് വന്നാല് സ്വത്തൊക്കെ എന്റെ പേരിലോട്ട് എഴുത്തരാന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പൊ ഇത്രയും ദിവസം ആയില്ലേ, അച്ഛന്റെ ഭാഗത്തൊന്നും ഒരനക്കവും ഇല്ല. സ്വത്ത് അച്ഛന്റെ പേരിൽ തന്നെ ഇരുന്നാൽ എന്താ കുഴപ്പം? എപ്പോഴായാലും അത് വിപിനുള്ളത് തന്നെയല്ലേ. കാരണന്മാരൊക്കെ ആയിരിക്കും സ്വത്തിനൊരു കുഴപ്പമുണ്ട്, അതിങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ, വളരില്ല, വർദ്ധിക്കില്ല. ഇവർക്ക് പ്രത്യേകിച്ച് ബിസിനസ് ഒന്നും അറിയില്ല. തേങ്ങയുടെ കണക്ക്, നെല്ലിക്കയുടെ കണക്ക്, അങ്ങനെ ചില പാരമ്പര്യ ബിസിനസ്സുകളെ കുറിച്ച് അവർക്കറിയും. മറിച്ച് ഇത്രയും സ്വത്ത് നമ്മുടെ കിട്ടിയാലോ, അത് 10 100 ഇരട്ടിയാക്കാൻ അധികം ദിവസമൊന്നും വേണ്ട. എന്റെ മനസ്സിൽ കുറെ പ്ലാനുകളുണ്ട്. അതൊക്കെ സക്സസ്ഫുൾ പ്ലാനാ. അതിന് വേണ്ടത് പണവാ. അച്ഛൻ ഇങ്ങനെ നിധിയും കൊണ്ടിരിക്കുന്ന ഭൂതത്തെ പോലെ ഇരുന്നിട്ട് ഒരു പ്രയോജനമില്ല. പിന്നെ അച്ഛന്റെ കാലശേഷം എന്നൊക്കെ പറയുന്നത് അതൊരു സ്വപ്നോ. കാലശേഷം സ്വത്ത് കിട്ടുമെന്നും പറഞ്ഞ് അച്ഛൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? എന്റെ വിപിനെ, എത്ര സിമ്പിളായിട്ട് സംസാരിക്കുന്നേ. എടോ, ഈ കാലശേഷം എന്ന വാക്കിന്റെ അർത്ഥം എന്നാൽ ഏറ്റവും കുഴപ്പം പിടിച്ച കാര്യമെന്നാ. എന്നാ പിന്നെ ഇവര് ചിന്തിക്കണം, നമുക്കിനി ചെയ്യാൻ ഒന്നുമില്ല, ചെയ്യുന്നവർ ചെയ്യട്ടെ എന്ന്. വിപിൻ ഇതുവരെ അച്ഛനോട് ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ലല്ലോ. ബിസിനസിന്റെ കാര്യം വിപിൻ അച്ഛനോടൊന്ന് പറഞ്ഞു നോക്ക്. അപ്പ അറിയാലോ അച്ഛന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന്. പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നേരെയാവുള്ളൂ. നാളെ തന്നെ സംസാരിക്കാം. സ്വത്ത് കിട്ടിക്കഴിഞ്ഞാ തനിക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഞാൻ പറഞ്ഞ എന്നോട് വിരോധമൊന്നും തോന്നരുത്. ഇല്ല, താൻ പറയടോ. എനിക്ക് സിറ്റിയില് വലിയൊരു വീട് വെക്കണം, ആരും കണ്ടാൽ അതിശയിക്കുന്ന വീട്. എന്നിട്ട് ഹരിയേട്ടനെ നിത്യയും നമുക്ക് അങ്ങോട്ട് വിളിക്കണം. ചിലപ്പോ വിളിച്ചാ വരില്ലായിരിക്കും, നിർബന്ധിച്ചു കൊണ്ടുവരണം. വീണയുടെ കൊട്ടാരം ഒന്ന് കാണിച്ചു കൊടുക്കണമല്ലോ. തന്റെ മനസ്സിപ്പോഴും അവിടെ തന്നെ കിടക്കാണല്ലേ. എടോ, നമുക്ക് അതിശയിപ്പിക്കാനും തോൽപ്പിക്കാനും ഉള്ളത് ഹരിയെ നിത്യയെ മാത്രമല്ല, വേറെ ഈ സൊസൈറ്റിയിൽ ഒരുപാട് പേരുണ്ട്. അച്ഛനെ സ്വത്തൊന്ന് എഴുതി തന്നിട്ടെ, പിന്നെ താൻ ഇതുവരെ കാണാത്ത ലോകവും വലിയ വലിയ ആളുകളെയും ഞാൻ കാണിച്ചു തരും. പിന്നെ അവരോടൊപ്പമായിരിക്കും തന്നെ സഞ്ചാരം. എല്ലാ കാര്യങ്ങളും ഒതുങ്ങിയതിനു ശേഷം സന്തോഷമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്ന ആളല്ല ഞാൻ. എല്ലാം അനുഭവിക്കേണ്ട പ്രായത്തിൽ തന്നെ അനുഭവിക്കണം, അതാണ് അതിന്റെ ഒരു ശരി. എന്തായാലും ഞാൻ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ. ഹലോ വീണ മാഡം, ഇതെന്താ ഇടയ്ക്കൊരു മുങ്ങല്? സുമേഷ്, ഇടയ്ക്ക് സിനിമയെന്നും പറഞ്ഞ് ചാടി ഇറങ്ങും, പിന്നെ ഒരു ബ്രേക്ക്, പിന്നെ മോഡലിംഗ്. അവിടെ ഒന്ന് പച്ച പിടിച്ചപ്പോ ആളെ നോക്കിയിട്ട് കാണാനുമില്ല. ആ, ഞാൻ അറിഞ്ഞു വിവാഹമൊക്കെ കഴിഞ്ഞെന്ന്. അങ്ങനെ വേണ്ടി വന്നു. എന്റെ കുഞ്ഞിന്റെ കാര്യം ഞാൻ സുമേഷിനോട് പറഞ്ഞിരുന്നല്ലോ, അവളും ഉണ്ട് എന്റെ കൂടെ. അപ്പൊ പിന്നെ ഹാപ്പി ലൈഫ് ആണല്ലോ. നിങ്ങൾ എല്ലാരും കൂടെ അടിച്ചു പൊളിക്കും മാഡം. സുമേഷ്, ഞാനിപ്പോ വിളിച്ചതേ, ഞാൻ അഭിനയിക്കാൻ പോകുന്നതില് എന്റെ ഭർത്താവിന് പൂർണ്ണ സമ്മതം.
എവിടെയെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാൻ പറ്റുമോ? മാഡം സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പറയുന്നോണ്ടൊന്നും തോന്നരുത്. ഇനിയിപ്പോ ഹീറോയിൻ ക്യാരക്ടറൊക്കെ നോക്കാന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. പെമ്പിള്ളാരെങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കുക. വേറെ എന്തെങ്കിലും പ്രധാനമായൊരു ചേച്ചി ക്യാരക്ടറോ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയൊരു ക്യാരക്ടർ റോളോ എന്തെങ്കിലും നോക്കാം. ഏയ്, അതൊന്നും ശരിയാവില്ല. എന്റെ ഭർത്താവിന്റെ കുടുംബം സമ്പന്നമായൊരു കുടുംബം. അവിടുന്നൊക്കെ പോയിട്ട് എന്തെങ്കിലും ചെറിയ വേഷത്തിൽ ഒതുങ്ങി പോവാന്ന് പറഞ്ഞാ എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും മാഡം? അല്ല, മാഡത്തിന്റെ ഭർത്താവ് ഒരു സമ്പന്നനാണ്, മാഡം സിനിമയിൽ അഭിനയിക്കുന്ന അദ്ദേഹത്തിന് ഇഷ്ടമെന്നല്ലേ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ. സംഗതി വേണേ നമുക്കൊരു കുറഞ്ഞ ബഡ്ജറ്റിൽ ഒതുക്കാം. ഒരു സിനിമയിൽ മാഡം ഹീറോയിനായിട്ട് വന്നാ അവിടുന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം ഞാൻ ഏറ്റു. സുമേഷ്, എന്തൊക്കെയാ താനീ പറയുന്നേ? കുടുംബത്തിൽ സ്വത്തുണ്ട്, പക്ഷെ അതൊന്നും വിപിന്റെ പേരിലായിട്ടില്ല. വളരെ പെട്ടെന്നത് ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഞാൻ വിപിനെ പറഞ്ഞ് സമ്മതിപ്പിക്കാം. മാഡം, മാഡത്തിന്റെ കുടുംബ ബന്ധം എങ്ങനെയാണെന്നും ഭർത്താവിന്റെ സ്വഭാവം എങ്ങനെയാണെന്നും അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാനൊരു കാര്യം പറയാം. മാഡത്തിന് ഒരു പ്രൊഡ്യൂസർ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ, അതും കൂടാതെ സ്വന്തം സിനിമയിൽ നായികയായിട്ട് അഭിനയിക്കണമെങ്കിലേ ആ സ്വത്ത് ഭർത്താവിന്റെ പേരിൽ എഴുതി വാങ്ങിയിട്ട് ഒരു കാര്യവുമില്ല. സുമേഷ്, അതെന്താ അങ്ങനെ പറഞ്ഞേ? ഞാൻ പറഞ്ഞതല്ല എന്റെ എക്സ്പീരിയൻസ്. എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ കുടുംബ സ്വത്ത് മാഡത്തിന്റെ പേരിലാക്കി കിട്ടുമോന്ന് നോക്ക്. അല്ലെങ്കിൽ കുഞ്ഞിന്റെ പേരിൽ മേടിക്ക്. ഏയ്, അതൊന്നും ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. പതുക്കെ ആലോചിച്ചാ മതി. ജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങള് അങ്ങനെ പതുക്കെ ആലോചിക്കാനേ പാടുള്ളൂ. മാഡത്തിന്റെ റോളിന്റെ കാര്യം ഞാൻ നോക്കാം. വേറെന്തെങ്കിലും സഹായം വേണമെങ്കിലേ മാഡം എന്തായാലും മാഡം പിന്നെ എന്നൊന്ന് വിളിക്കേ. ഞാനിപ്പോ അല്പം തിരക്കില്ല, ഞാൻ വിളിക്കാം. കാറ്റ്